നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷമടിപ്പിക്കാന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ കൊത്താൻ വന്ന പാമ്പിനെ തടഞ്ഞു നിർത്തുന്ന പരിപാടിയായി പോയി. പാറുവിന് രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കൂടെ? അമ്മ ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഇതാണ് ബുദ്ധിയെങ്കില് പിന്നെ അമ്മയെ പിടിച്ചാ കിട്ടില്ല കേട്ടോ ഗൗതം. ചിലപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ ആയേക്കും. എന്താ പിള്ളേരെ രണ്ടുപേരും കൂടി ചേർന്ന് എനിക്ക് പണി തരികയല്ലേ? കളിയാക്കിക്കൊണ്ട് കേറുവാണല്ലോ രണ്ടു കൂടി. കളിയാക്കിയതല്ല പാറു, അഭിനന്ദിച്ചല്ലേ. പക്ഷെ ഇവള് പറയുന്നത് കേട്ടിട്ട് അഭിനന്ദിച്ച പോലെയല്ല തോന്നിയത്. ഞാൻ അഭിനന്ദിച്ചത് തന്നെയാ. പക്ഷേ അഭിനന്ദനം ഈ വീടിന്റെ ഉത്തരവാദിത്വം മുഴുവൻ എന്നെ ഏൽപ്പിച്ചത് കൊണ്ടല്ല. പിന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളും തെറ്റായ കൈകളിൽ ചെല്ലാതിരിക്കാൻ അമ്മ കാണിച്ച ബുദ്ധി, അതിനാണ് അഭിനന്ദനം. ഈ കുടുംബം തകരരുതെന്ന് അമ്മ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിനുവേണ്ടി അമ്മ പ്രയത്നിക്കുന്നുണ്ട്. സത്യം മോള് പറഞ്ഞത്. ഒരു നല്ല ജീവിതം ഉണ്ടാവണമെങ്കിൽ നല്ല കുടുംബം ഉണ്ടാവണം. അതിന്റെ നിയന്ത്രണം തെറ്റിപ്പോയാ പിന്നെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ തകർന്നു പോത്തേ ഉള്ളൂ. ഇക്കാലം അത്രയും ഇവിടുത്തെ ഓരോ വരവ് ചില കണക്കുകൾ പോലും നോക്കി നടത്തി കുടുംബത്തെ ഒരുമിച്ച് നിർത്തിയത് ഞാന്. ഇനി ആ ഉത്തരവാദിത്വം നിനക്കാ. എന്റെ ഉത്തരവാദിത്വം ഞാൻ ഭംഗിയായിട്ട് തന്നെ നിറവേറ്റി. ഇപ്പൊ ആ കടമ ഞാൻ നിനക്ക് കൈമാറുക വിശ്വാസത്തോടെ. വാവ്, ഗ്രേറ്റ് പാറു. എന്റെ പാറു എത്ര ഗ്രേറ്റാ. സത്യം പറഞ്ഞ ഈ അമ്മയുടെ വയറ്റിൽ പറക്കാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യ. എന്തായാലും ശിവാനിയും വസുന്ധരാന്റി അടങ്ങിയിരിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട. എന്നോടുള്ള ശത്രുത അവർക്കിപ്പോ കൂടിക്കാണും. അതൊന്നും കാര്യാക്കണ്ട. നിനക്ക് ബുദ്ധിയുണ്ട്. എന്തിനേയും ആലോചിച്ച് മാത്രം കൈകാര്യം ചെയ്താൽ മതി. അമ്മ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം ഞാൻ ഭംഗിയായി തന്നെ നിറവേറ്റും. പിന്നെ അമ്മയുടെ മേൽനോട്ടം ഉണ്ടാവുമല്ലോ എല്ലാത്തിലും. ഉറപ്പായിട്ടും ഉണ്ടാവും. പ്ലാനുകൾ മുഴുവൻ റിവേഴ്സ് ആയിട്ട് തിരിച്ചടിച്ചല്ലോ. വല്ലാത്ത കഷ്ടകാലമായിപ്പോയി. നിധിയെ ഈ വീടിന്റെ അടുക്കള മൂലയിൽ ചവിട്ടി ഒതുക്കാന്ന് കരുതിയിട്ട് അവളിപ്പോ സർവ്വ അധികാരം കൈപ്പിടിയിലാക്കി. അവളുടെ മുന്നിൽ കൈനീട്ടേണ്ട ഗതികേടിൽ എത്തിച്ചല്ലോ എന്നെ. എന്ത് പറ്റി ശിവാനി? ഈ താക്കോൽ കൂട്ടത്തിന്റെ കിലുക്കം നിനക്ക് വേദന ഉണ്ടാക്കുന്നുണ്ടോ? ഓ, nervous-ആയോ നീ? പിന്നെ ഞാൻ വന്നത് തന്നെ നിനക്കെന്റെ അകമഴിഞ്ഞൊരു നന്ദി അറിയിക്കാൻ വേണ്ടിയാ. സത്യാണ് ഞാൻ പറഞ്ഞത്. ഈ താക്കോൽ കൂട്ടം എന്റെ കയ്യിലെത്താനുള്ള കാരണക്കാരി നീയാണ്. അതിനൊരു നന്ദി പറയാനുള്ള ബാധ്യത എനിക്കുണ്ട്. താങ്ക് യു.
എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? എന്റെ എല്ലാ അധികാരങ്ങളും നഷ്ടപ്പെടുത്തി ഈ വീട്ടിൽ നിന്ന് എന്നെ ഓടിച്ചു വിടണമെന്ന വലിയ ലക്ഷ്യവുമായി വന്ന നീ തന്നെ എനിക്കിവിടെ ഒരു വലിയ അംഗീകാരം നേടി തന്നല്ലോ. എങ്ങനെ നന്ദി പറയാതിരിക്കാൻ പറ്റും ശിവാനി എനിക്ക്? പ്ലാനിങ്ങും ഐഡിയ ഒക്കെ ഗംഭീരമായിരുന്നു. ഞാനും അമ്മയും ഇവിടെ ഇല്ലാത്ത നേരത്തിന് അടുക്കള കയറി ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും വിളമ്പുക, കൈപുണ്യത്തെക്കുറിച്ച് എല്ലാവരെ കൊണ്ടും പറയിപ്പിച്ച് എല്ലാവരുടെ മനസ്സിൽ ഒരു സ്ഥാനം പിടിക്കുക. സംഗതിയൊക്കെ സൂപ്പറായിരുന്നു. പക്ഷേ നീ മണ്ടിയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. ഒന്നുമില്ലെങ്കിലും ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയ ഭക്ഷണത്തിന്റെ ബില്ലെങ്കിലും കിച്ചണിൽ നിന്നും എടുത്തു കളയാനുള്ള ബുദ്ധി കാണിക്കണ്ടായിരുന്നു എന്റെ ശിവാനി നീ. ബില്ല് മാത്രമല്ല, ഫുഡ് വന്ന കണ്ടെയ്നറുകൾ ഉൾപ്പെടെ എല്ലാം ഞാനെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അടുക്കളയുടെ പടി കടക്കാൻ പോലും ഇന്നോളം മടി കാണിച്ചിട്ടുള്ള നീ, ചായയില് തേയിലയാണോ കാപ്പിപ്പൊടിയാണോ ഇടേണ്ടതെന്ന് പോലും ബോധമില്ലാത്ത നീ, ടേസ്റ്റ് കുറവാണെങ്കിൽ പോലും അത്രയും ഭക്ഷണം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ മറ്റുള്ളവരൊക്കെ അത് വിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കുമെന്ന് ചിന്തിച്ച നിന്നെ മണ്ടിയെന്നല്ലാതെ പിന്നെ വേറെന്താ വിളിക്കേണ്ടത്? എത്രയൊക്കെ പഠിച്ചാലും നിന്റെ ഉള്ളിൽ നിന്ന് കുബുദ്ധിയും കുതന്ത്രങ്ങളും പോവില്ല ശിവാനി. ഇതിനെയാണ് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറയുന്നത്. നീ ശ്രമിച്ചത് എന്നെ താഴ്ത്തിക്കെട്ടാൻ. എനിക്ക് കിട്ടിയതോ ഈ വീട് മുഴുവനും ഭരിക്കാൻ കിട്ടിയ അധികാരം. നീ വിളമ്പിയ ഭക്ഷണം കഴിച്ചിട്ട് അമ്മ പുകഴ്ത്തി പറഞ്ഞപ്പോ നീ എന്താ കരുതിയത്? നിന്റെ ഭക്ഷണം നാവി തട്ടിയപ്പോ അമ്മയുടെ മനസ്സങ്ങാലിഞ്ഞു പോയിന്നോ? പാവം നീ വെറുതെ സന്തോഷിച്ചല്ലോ. എനിക്കിട്ട് പണിയാനായി നീയും വസുന്ധരാന്റിയും ചേർന്ന് പ്ലാൻ ചെയ്യുന്നത് അമ്മ കേട്ടായിരുന്നു. നിന്നേക്കാൾ ബുദ്ധിയുണ്ട് അമ്മയ്ക്ക്, മനസ്സിൽ നന്മയുണ്ട്. അതുകൊണ്ട് നിന്നെ പുകഴ്ത്തി പറഞ്ഞ് ഒന്ന് അഭിനയിച്ച് കൃത്യമായിട്ട് കാര്യങ്ങള് എനിക്ക് അനുകൂലമായി തിരിച്ചുവിട്ടു. ഒരു താക്കോൽക്കൂട്ടം കയ്യിൽ കിട്ടിയെന്ന് കരുതി അമിതമായിട്ട് അങ്ങോട്ടങ്ങ് അഹങ്കരിക്കണ്ട. എന്റെ കണക്കൂട്ടലുകളൊന്ന് പഴച്ചു പോയി. പക്ഷേ എന്നും അത് സംഭവിക്കുമെന്ന് കരുതണ്ട. നീ നോക്കിക്കോ നിധി, അധിക നാളത്തെ ഈ താക്കോൽക്കൂട്ടം ഈ ഇടുപ്പിൽ തിരികെ നീ നടക്കൂല. ഇതെന്റെ കയ്യിലേക്ക് വരുന്നൊരു ദിവസം വരും. നീ ചെവിയിൽ നുള്ളിക്കോ. എല്ലാം അവസാനിപ്പിച്ച് കണ്ണീരോടെ ഈ വീടിന്റെ പടി ഇറങ്ങി പോകുന്നൊരു ദിവസം നിനക്ക് ഞാൻ ഉണ്ടാക്കി തന്നില്ല എങ്കിൽ എന്റെ പേര് ശിവാനി നല്ല. അതെ, എനിക്കറിയാം എത്ര തിരിച്ചടി കിട്ടിയാലും പഠിക്കാത്തവളാണ് നീയെന്ന്. നീ ശ്രമിച്ചുകൊണ്ടേയിരിക്കെ. ഇനിയും ഹോട്ടൽ ഫുഡ് വാങ്ങി വിളമ്പിയതുപോലെയുള്ള മണ്ടൻ ഐഡിയകൾ നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കെ. എത്ര വേണമെങ്കിലും നീ പെർഫോം ചെയ്തുകൊണ്ടേയിരിക്കെ. പക്ഷേ നിന്റെ ഓരോ പ്രവൃത്തിയും നിനക്ക് തന്നെ വീണയായിട്ട് മാറും. നീ ഇനി എത്രയൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചാലും എന്നെ ഈ വീടിന് പുറത്താക്കാമെന്നുള്ള പ്രതീക്ഷ മാത്രം വേണ്ട. അതിനു വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്.